ഇന്ന് കാർഗിൽ വിജയ ദിവസമാണ്. നിങ്ങൾക്കറിയാം, കാർഗിലിൽ നുഴഞ്ഞു കയറിയ പാക് സൈന്യത്തെ തുരത്തി ഇന്ത്യൻ സൈന്യം ചരിത്ര വിജയം നേടിയിട്ട് ഇന്ന് 25 കൊല്ലം തികയുന്നു. നമുക്കിത് അഭിമാന വർഷമാണ് ഈ 25 കൊല്ലം എന്ന് പറയുന്നത്. 527 സൈനികരാണ് 99 നടന്ന ഈ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചത്. ഇതിൽ 13 പേർ മലയാളികളായിരുന്നു. വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജിൻ്റെ ഓർമ്മകളിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വെങ്ങാനൂർ ഗ്രാമം. എത്രയോ കാലമായി വെങ്ങാനൂരിൽ ജനങ്ങൾ ഈ ജെറി പ്രേംരാജിനെ ഓർമ്മിക്കുന്നു. വെങ്ങാനൂരിൽ നിന്ന് സലീം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. എസ് കെ, ഈ കാർഗിൽ വിജയ ദിവസിൽ നമ്മളുള്ളത് തിരുവനന്തപുരം വെങ്ങാനൂരിലെ ജെറി പ്രേംരാജ് വീരമൃത്യു വരിച്ച ധീരജവാൻ ജെറി പ്രേംരാജിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകവും ഇവിടെ തന്നെയാണുള്ളത്. എല്ലാ കൊല്ലവും എല്ലാ തവണയും ഇത്തരത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പുഷ്പാർച്ചനയും മറ്റ് പരിപാടികളുമൊക്കെ ഇവിടെ ഈ ദിവസം നടക്കാറുണ്ട്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ ഇല്ല. ഈ വിജയാഘോഷങ്ങൾക്ക് 25ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള വിജയാഘോഷങ്ങൾക്കായി കാർഗിലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴും ഈ വീട് ഇവിടെയുള്ളവർക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെയായി ഇപ്പോഴും ഈ സ്മാരകം തുറന്നു കൊടുത്തിരിക്കുകയാണ്. സംഘടന ഏതാ? ഞാൻ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പേര് എസ് കെ അജുകുമാർ. ഞങ്ങൾ എല്ലാ വർഷവും ഈ കാർഗിൽ യുദ്ധ സംസ്ഥാനത്തൊട്ട് മാത്രമല്ല സംസ്ഥാനത്തൊട്ട് ആഘോഷിക്കുന്നു. ചേട്ടാ, അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഈ സ്മാരകം മാത്രമാണ് ജെറി പ്രേംരാജിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ നാട്ടുകാർ മുൻപും പലതവണ പറഞ്ഞിരുന്നതാണ് അദ്ദേഹത്തിന് ഉചിതമായൊരു സ്മാരകം വെങ്ങാനൂരിൽ വേണമെന്നൊക്കെ. അങ്ങനെ ഒരു ആവശ്യമുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജെറി പ്രേംരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധീരസൈനികൻ എന്നതിനപ്പുറത്തേക്ക് സ്വന്തം മധുവിധുക്കാലത്താണ് രാജ്യത്തിനായി അദ്ദേഹത്തിന് തിരികെ ഒരു വിളി വരുന്നത്. 1999 അദ്ദേഹത്തിൻ്റെ വിവാഹാവധിക്കായി നാട്ടിലെത്തുന്ന സമയത്തായിരുന്നു അത്തരത്തിലൊരു തിരികെ എത്താൻ, വീണ്ടും കാർഗിലേക്ക് തിരികെ എത്താൻ വിളി വരുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ഒരു കത്ത് മാത്രമാണ് അയച്ചത്. ആ കത്ത് ഇപ്പോഴും ഈ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. എസ് കെ എൻ. കാർഗിലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീരമൃത്യു മരിച്ച മലയാളികളുടെ ലിസ്റ്റ് ഞാനൊന്ന് വായിക്കാം. യഥാർത്ഥത്തിൽ അവർക്ക് 24ന്റെ സല്യൂട്ട്. ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ, ക്യാപ്റ്റൻ ആർ ജെറി പ്രേംരാജ്, ക്യാപ്റ്റൻ പി വി വിക്രം, സജീവ് ഗോപാൽ പിള്ള, ക്യാപ്റ്റൻ എം വി സൂരജ്, ക്യാപ്റ്റൻ ഹനീഫുദ്ദീൻ, ലാൻസ് നായിക് സജികുമാർ, ലാൻസ് നായിക് വി എം രാധാകുമാർ, ലാൻസ് നായിക് ജോസ് ജെയിംസ്, ലാൻസ് നായിക് കെ അജികുമാർ, റൈഫിൾമാൻ അബ്ദുൽ നാസർ, ഹവിൽദാർ ശിവകുമാർ, സുബേദാർ മോഹൻദാസ്. ഈ മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. വീരമൃത്യു വരിച്ചത് ഇവരാണ്. ഇവർക്ക് ഒരിക്കൽ കൂടി 24ന്റെ ബിഗ് സല്യൂട്ട്.